നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. യൂറോപ്യൻ സന്ദർശകർക്ക് ഇനി UK സന്ദർശിക്കാൻ എൻട്രി പെർമിറ്റ് വേണം. UKയിലേക്കുള്ള യൂറോപ്യൻ സന്ദർശകർക്ക് ഏപ്രിൽ 2 മുതൽ ഇലക്ട്രോണിക് പെർമിറ്റ് ആവശ്യമാണ്. യൂറോപ്യൻ പൗരന്മാർ ഉൾപ്പെടെ വിസ ആവശ്യമില്ലാത്ത എല്ലാ സന്ദർശകർക്കും ബ്രിട്ടനിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ഓൺലൈനായി എടുക്കേണ്ടതുണ്ട്. ഈ പെർമിറ്റിന് നിലവിൽ £10 ചിലവ്. എന്നാൽ ഏപ്രിൽ 9 മുതൽ ഇത് £16 ഉയരും. ഐറിഷ് പൗരന്മാരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ETAയ്ക്ക് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതുവരെ ഏതാണോ ആദ്യം എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇത് ഒന്നിലധികം യാത്രകൾക്ക് ഉപയോഗിക്കാം. ഓരോ സന്ദർശനത്തിനും പരമാവധി 6 മാസം വരെ താമസിക്കാം. ഈ നടപടി ബ്രിട്ടന്റെ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും യാത്രക്കാരെ മുൻകൂട്ടി പരിശോധിക്കുന്നതിനും വേണ്ടിയാണ്. അപേക്ഷ UK ETA ആപ്പ് വഴിയോ ഓൺലൈനായോ സമർപ്പിക്കാം. മിക്കവാറും അപേക്ഷകർക്ക് ഉടനടി തീരുമാനം ലഭിക്കും. 2024 US, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ സംവിധാനം ആരംഭിച്ചിരുന്നു. US-ൽ പ്രവേശിക്കുന്നതിന് സമാനമായ ഒരു പെർമിറ്റിന് ബ്രിട്ടീഷുകാർ നിലവിൽ £17 ചിലവാക്കുന്നുണ്ട്. യാത്രക്കാർ വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് അവരുടെ ETA പരിശോധിക്കുന്നതിന് വിമാന കമ്പനികൾ, ഫെറി, ട്രെയിൻ കമ്പനികൾ ഉത്തരവാദികളായിരിക്കും. UK സേവന മേഖല വേഗത കൈവരിക്കുന്നു. പക്ഷേ താരിഫുകൾ, ശമ്പള നികുതി വർധനവ് സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിക്കുന്നു. ബ്രിട്ടനിലെ പ്രമുഖ സേവന മേഖല കഴിഞ്ഞ മാസം പ്രവർത്തനങ്ങളിലും പുതിയ ഓർഡറുകളിലും വർധനവ് റിപ്പോർട്ട് ചെയ്തു. എന്നാൽ വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവുകൾ, US താരിഫുകൾ, ദുർബലമായ സാമ്പത്തിക വീക്ഷണം എന്നിവ പ്രതീക്ഷകളെ ബാധിച്ചതായി വ്യാഴാഴ്ച ഒരു സർവേ വ്യക്തമാക്കി. S&P ഗ്ലോബൽ UK സർവീസസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഫെബ്രുവരിയിൽ 51 നിന്ന് മാർച്ചിൽ 52.5 ആയി ഉയർന്നു. 2024 ഓഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയാണിത്. എങ്കിലും ഇത് പ്രാഥമിക ഫ്ലാഷ് റീഡിംഗ് ആയ 53.2 നിന്നും താഴ്ന്നതാണ്. ഓർഡർ ബുക്കുകൾ മെച്ചപ്പെടുന്നതാണ് ബിസിനസ് പ്രവർത്തനങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്ന് S&P ഗ്ലോബൽ പറഞ്ഞു. 4 മാസത്തിനിടയിൽ ആദ്യമായി പുതിയ കയറ്റുമതി ഓർഡറുകളിൽ വർദ്ധിച്ചു. 2024 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ നിരക്കിൽ പ്രധാനമായും യൂറോപ്പിൽ നിന്നുള്ള ഡിമാൻഡ് വീണ്ടെടുക്കലാണ് ഇതിന് കാരണം. എങ്കിലും US-ൽ നിന്നുള്ള ഡിമാൻഡ് ദുർബലമാണെന്ന് ചിലർ പ്രതികരിച്ചു. എന്നാൽ S&P ഗ്ലോബൽ മാർക്കറ്റ് ഇന്റലിജൻസിന്റെ സാമ്പത്തിക ഡയറക്ടർ ടിമ്മൂർ പറയുന്നതനുസരിച്ച് കമ്പനികൾ വർദ്ധിക്കുന്ന വേതനങ്ങളെക്കുറിച്ചും US താരിഫുകളുടെ ആഘാതത്തെക്കുറിച്ചും ആശങ്കാകുലരാണ്. ക്യൂലിഫ് കെയറിന് 2024 എനേബിൾമെന്റ് അവാർഡ്. UKയിലെ ഡിസബിലിറ്റി കെയർ മേഖലയിലെ മികവ്, ശ്രദ്ധേയമായ നേട്ടങ്ങൾ എന്നിവ പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പരിപാടിയാണ് എനേബിൾമെന്റ് അവാർഡുകളുടെ ലക്ഷ്യം. ക്യൂലിഫ് കെയർ ലിമിറ്റഡ് UKയിൽ ഉയർന്ന നിലവാരമുള്ള ഹോം കെയർ സേവനങ്ങൾ നൽകുന്നതിൽ മുൻനിരയിലാണ്. 2023 സെപ്റ്റംബർ മുതൽ 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിലെ മികച്ച പ്രകടനത്തിനാണ് ഈ അംഗീകാരം ലഭിച്ചത്. UK ന്യൂസ് മീഡിയ പ്ലാറ്റ്ഫോമായ MBU ആണ് ഈ അവാർഡുകൾ ഒരുക്കിയത്. 33 വർഷത്തിലേറെയായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് MBU UK. 2024 ഈ ബഹുമതി ക്യൂലിഫ് കെയർ എന്ന സ്ഥാപനത്തിന് ലഭിച്ചു. ഈ സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ ശ്രീ ജിനു മാത്യു UKയിലെ ആരോഗ്യ പരിചരണ രംഗത്ത് മികച്ച സേവനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. 100-ലധികം ജീവനക്കാരാണ് ഈ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഡിസബിലിറ്റി കെയർ മേഖലയിൽ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾക്കായാണ് ഈ ബഹുമതി ക്യൂലിഫ് കെയറിന് ലഭിച്ചത്. ക്യൂലിഫ് കെയറിന് ഏപ്രിൽ 3 ഈ അവാർഡ് ഔദ്യോഗികമായി ലഭിച്ചു. ഇന്നത്തെ പത്രത്തിലെ 1-ാം പേജുകളിലെ പ്രധാന വാർത്തകൾ. ട്രംപ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി സാധനങ്ങൾക്ക് വ്യാപകമായ നികുതികൾ ഏർപ്പെടുത്തിയത് ലോക ഓഹരി വിപണികളിലെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് ഡെയിലി സ്റ്റാർ, ദി ടൈംസ് തുടങ്ങിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് ആഗോള വ്യാപാര യുദ്ധം ആരംഭിച്ചതിനു ശേഷം ബ്രിട്ടനെ സിംഗപ്പൂർ ഓൺ തേംസ് ആക്കി മാറ്റാൻ പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ ബ്രെക്സിറ്റ് സ്വാതന്ത്ര്യങ്ങൾ സ്വീകരിക്കണമെന്ന് മുൻ ചാൻസലർ ജെറമി ഹണ്ട് പറഞ്ഞതായി ഡെയിലി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തു. ഭീഷണിപ്പെടുത്തൽ, സ്ത്രീവിരുദ്ധത, പീഡനം എന്നിവ മറച്ചുവെക്കുന്നതിൽ താൻ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന അവകാശവാദത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുന്നതിനിടെ ഹാരി രാജകുമാരൻ തന്റെ ചാരിറ്റിയുടെ മേധാവിക്കെതിരെ നുണകൾ ആരോപിച്ചതായി മെട്രോ റിപ്പോർട്ട് ചെയ്യുന്നു. ട്രംപ് ലോകത്തെ ഒരു പൂർണ്ണ തോതിലുള്ള വ്യാപാര യുദ്ധത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടതിനെ തുടർന്ന് ഓഹരി വിപണികളിൽ £2 ട്രില്യൺ നഷ്ടം നേരിട്ടെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഹാരി രാജകുമാരൻ സ്ഥാപിച്ച പ്രതിസന്ധിയിലായ ചാരിറ്റിയായ സെന്റ് ബേലിനെതിരെ ചാരിറ്റി കമ്മീഷൻ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഡെയിലി മിറർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പ്രമുഖ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. നോർത്ത് സീയിൽ നടന്ന കപ്പൽ അപകടത്തിൽ 2 കപ്പലുകളുടെയും നിയന്ത്രണ മുറിയിൽ കടലിനെ നിരീക്ഷിക്കാൻ ആളില്ലായിരുന്നുവെന്ന് റിപ്പോർട്ട്.
നോർത്ത് സീയിൽ കഴിഞ്ഞ മാർച്ച് 10 നടന്ന കപ്പൽ കൂട്ടിയിടിയെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. ഈ സംഭവത്തിൽ സോലോങ് എന്ന ചരക്ക് കപ്പലും സ്റ്റെന ഇമ്മോക്കുലേറ്റ് എന്ന എണ്ണ ടാങ്കറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയിൽ 2 കപ്പലുകളിലും വലിയ തീപിടുത്തം ഉണ്ടാകുകയും ഒരു നാവികൻ മരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് സർക്കാരിന്റെ മറൈൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് പുറത്തിറക്കിയ താൽക്കാലിക റിപ്പോർട്ട് അനുസരിച്ച് ഈ കൂട്ടിയിടി നടക്കുമ്പോൾ 2 കപ്പലുകളുടെയും ബ്രിഡ്ജിൽ ഡെഡിക്കേറ്റ് ലുക്കൌട്ട്സ് ഉണ്ടായിരുന്നില്ല എന്നതാണ്. ആ സമയത്ത് വിസിബിലിറ്റി പാച്ചി ആയിരുന്നു. അതായത് 0.25 മുതൽ 2 നോട്ടിക്കൽ മൈൽ വരെ മാത്രമേ വ്യക്തത ഉണ്ടായിരുന്നുള്ളൂ. സോലോങ് കപ്പൽ 16 നോട്ട് വേഗതയിൽ ആയിരുന്നു. സോലോങ് സ്റ്റെന ഇമ്മാക്കുലേറ്റിനെ ഇടിക്കുകയായിരുന്നു. ഈ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നു. US തീരുവകൾക്കെതിരായ പ്രതികാര നടപടികളിലേക്ക് UK ആദ്യപടി സ്വീകരിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള വിസ്കി, മോട്ടോർ ബൈക്കുകൾ, ജീൻസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് UK താരിഫുകൾ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ നേതൃത്വത്തിൽ US UKയിൽ നിന്നുള്ള ഇറക്കുമതികൾക്ക് 10% താരിഫ് ഏർപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഈ നീക്കം. ഈ താരിഫുകൾ UK ഉൽപ്പന്നങ്ങൾക്ക് US വിപണിയിൽ വില വർദ്ധിക്കുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഇതിന് മറുപടിയായി UK സർക്കാർ USൽ നിന്നുള്ള പ്രധാന ഉൽപ്പന്നങ്ങൾക്ക് താരിഫുകൾ ഏർപ്പെടുത്താൻ ആലോചിക്കുന്നു. ജാക്ക് ഡാനിയൽസ് വിസ്കി, ഹാർലി ഡേവിഡ്സൺ മോട്ടോർ ബൈക്കുകൾ, ലിവൈസ് ജീൻസ് തുടങ്ങിയവ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ഈ താരിഫുകൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് UK സർക്കാർ ബിസിനസ്സുകളുമായി 4 ആഴ്ചത്തെ കൺസൾട്ടേഷൻ നടത്തും. 417 പേജുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കിയതിൽ USൽ നിന്നുള്ള 8000-ലധികം ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്നു. ഈ നീക്കം UK ഉപഭോക്താക്കൾക്ക് വില വർധനവിന് കാരണമാകാം. 2025 മെയ് 1 വരെ UKയ്ക്ക് തീരുമാനിക്കാൻ സമയമുണ്ട്. ശനിയാഴ്ച മുതൽ 10% താരിഫ് പ്രാബല്യത്തിൽ വരുമെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെ ആരംഭിച്ച 25% ഇറക്കുമതി നികുതി കാർ വ്യവസായത്തെ ഇതിനകം ബാധിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ FTSE 100 സൂചിക കുത്തനെ ഇടിഞ്ഞു. അഖിലിന്റെയും ടീനയുടെയും ദാരുണ മരണം തീരാവേദനയിൽ UK മലയാളി സമൂഹം. സൗദിയിലെയും UKയിലെയും മലയാളി സമൂഹത്തിന് തീരാവേദനയായി അഖിൽ അലക്സ്, ടീന ബിജു എന്നിവരുടെ ദാരുണ മരണം. ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ട് യാത്രക്കിറങ്ങിയവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തവണ്ണം കത്തിയമർന്നിരുന്നു. വയനാട് അമ്പലവയൽ സ്വദേശിയും UKയിലെ പോർട്സ്മൗത്ത് മലയാളിയുമായ അഖിൽ അലക്സ്, വയനാട് നടവയൽ സ്വദേശിനിയും സൗദിയിലെ മദീന മലയാളിയുമായ ടീന ബിജു എന്നിവരടക്കം 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. സൗദി അറേബ്യയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അൽ-ഉലയ്ക്ക് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നു. ഇവരുടെയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ നാട്ടിൽ നടക്കവെയാണ് അഖിലിന്റെയും ടീനയുടെയും വീട്ടുകാരെയും ബന്ധുക്കളെയും തേടി നടക്കുന്ന അപകട വാർത്ത എത്തുന്നത്. ജൂൺ 16 നാട്ടിൽ വെച്ച് ഇരുവരും വിവാഹം കഴിക്കാൻ ഇരിക്കെയാണ് ദാരുണമായ അന്ത്യം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.